ടെലഗ്രാം മോർഫിംഗ് കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. പ്രതി നിതിൻ മോഹൻദാസ് സ്ഥിരമായി ലൈംഗിക ചുവയോടുകൂടി സന്ദേശങ്ങൾ അയക്കുന്ന ആളെന്നാണ് പരാതിക്കാരായ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നത്. കുടുംബത്തിലെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് നിതിൻ സന്ദേശങ്ങൾ അയച്ചത്. പെൺകുട്ടികൾ നിതിൻ മോഹൻദാസിനെ സമൂഹ മാധ്യമങ്ങളിൽ ബ്ലോക്ക് ചെയ്തതിന് പിന്നാലെയാണ് ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അഭിലാഷ, സ്വന്തം കുടുംബത്തിലെ പെങ്ങന്മാരുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചത്. അവർക്ക് തന്നെയാണ് അശ്ലീല ചുവയോടുകൂടിയുള്ള മെസ്സേജ് അയച്ചത്. ഇയാൾ ഈ ഒരു സൈബർ ക്രിമിനൽ പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും അത് നാടിന് തന്നെ അപകടകരമാണ്. ഇയാൾ ആദ്യം താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷേ കൃത്യമായിട്ട് ടെലഗ്രാം സൈബർ പോലീസിന് വിവരങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാളെക്കുറിച്ച് കൂടുതലായി പോലീസ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് ഏത് തരത്തിലായിരിക്കും? ഷിയാസെ, ഏതൊരു കുറ്റവാളിയും പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് താൻ നിരപരാധിയാണ് എന്നുള്ളത്. പക്ഷേ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വലിയ തരത്തിലൊരു സൈക്കോയ, അത്രയും തന്നെ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളാണ് ഈ നിതിൻ മോഹൻരാജ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളൊക്കെ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അശ്ലീല ചുവയോടെയുള്ള സന്ദേശങ്ങൾ പെൺകുട്ടികൾക്ക് അയച്ചു. അതിന് പിന്നാലെ തന്നെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ഇവർക്ക് പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇയാളെ ബ്ലോക്ക് ചെയ്തു. ഇതിന് പ്രതികാര നടപടി എന്ന പോലെ തന്നെ വേണം ഇതിനെ ഇയാൾ ഇത്തരത്തിലുള്ള നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടന്നത്. അദ്ദേഹം ഏതായാലും ക്രിമിനൽ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അന്വേഷണത്തിൽ തന്നെ ബോധ്യമായിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളുകളെ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും സാന്ദ്ര നൽകിയ പരാതിയിൽ ഇപ്പോൾ മാഹി സ്വദേശി കൂടി നാളെ ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് നാളെ അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ കൂടി വരാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.